ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. ലൈക്കും വളർന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ പറയാം. ഇപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പലരും ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ റീല് കണ്ടിട്ടായിരിക്കാം യൂട്യൂബിൽ വന്ന് നോക്കുന്നത്. ലൈക്ക് ഇവിടെ എന്താ ചെയ്യുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ടായിരിക്കും. സത്യത്തിൽ എനിക്കും അറിയില്ല ഞാൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന്. എന്തിനെക്കുറിച്ചാണ് പറയണ്ടേ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ എന്തിനെ ബേസ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഒരാളുടെ റീല് കണ്ടു, പെട്ടെന്നൊരു ഐഡിയ തോന്നി, ഓക്കെ നാളെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കും. അങ്ങനൊരു എന്താ പറയുക, ഒറ്റ മൈൻഡ് തുടങ്ങിയൊരു സംഭവമാണിത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണിത്. അഞ്ജന ജയ്പാൽ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. വേറെ പേരൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു, ലൈക്ക് യൂട്യൂബിന് വെറൈറ്റി നെയിമൊക്കെ ഇട്ടിട്ട് ചാനൽ തുടങ്ങണമെന്നൊക്കെ പണ്ട് മുതലുള്ള ആഗ്രഹം. പക്ഷേ പെട്ടെന്ന് ലൈക്ക് ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഒറ്റ മൈൻഡ് കൊണ്ട് തുടങ്ങിയ അല്ലെങ്കിൽ തോന്നിയൊരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഐഡിയ ആയതുകൊണ്ട് തന്നെ പേര് കണ്ടുപിടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പേര് കിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയ പേര് എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെയൊക്കെ ഇതായി കഴിഞ്ഞാൽ ഞാൻ ഈ പ്ലാനെ ഡ്രോപ്പ് ചെയ്യും, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണതും അതല്ല. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട വെച്ചിട്ടാണ് ഞാൻ സ്വന്തം പേരാനായിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം പേരിനിടുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്, ലൈക്ക് പോസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ വേറെ ഇപ്പം എന്താ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണം. ലൈക്ക് ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ഞാൻ വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ അമ്മേനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. മടി എന്ന് പറയാം. പിന്നെ ഫോണും ടി വിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാൻ വേണ്ടിയെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇതിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക, ലൈക്ക് പുതിയ ലാംഗ്വേജ് പഠിക്കാം. ഓക്കെ, ദെൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്ത് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യാം യൂട്യൂബിലും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. വേറെ എന്താ, മോട്ടിവേറ്റർ. എനിക്ക് മോട്ടിവേഷൻ തന്നത് ആ ഡുണ്ടു ആളാണ്. ആളുടെ ഒരൊറ്റ വീഡിയോ ആണ്. ലൈക്ക് ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതിൻ്റെ 2 മുന്നത്തെ റീല് എന്താണെന്ന് നമുക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. ലൈക്ക് എനിക്കൊരു ഓർമ്മയുണ്ടാവില്ല, എനിക്ക് മറവി രോഗം ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ അറിയില്ല. അപ്പോൾ അതൊരു കാരണമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത്, ഞാൻ രാത്രി ഇത് കണ്ടിട്ട് ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, തുടങ്ങിയേ പറ്റൂ എന്ന് വിചാരിച്ച് എൻ്റെ ഉറക്കം പോയി. അങ്ങനെ ഉറക്കം പോയി നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിക്കുമല്ലോ. ആലോചിച്ച് ഞാൻ 3ാം ക്ലാസ്സിലെത്തി. എനിക്ക് 3ാം ക്ലാസ്സിലൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ലീന ടീച്ചർ എന്ന പേര്. അപ്പോൾ ടീച്ചർ നമ്മുടെ ഡയറക്ടർ ലാൽ ജോസിൻ്റെ വൈഫാണ്. അപ്പോൾ ആളാണ് എനിക്ക് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ട്, ലൈക്ക് ഇത് ചെയ്യാം അത് ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റും, അഞ്ജനയ്ക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്പീച്ച് കോമ്പറ്റീഷനിൽ ലൈക്ക് എന്നെ ചൂസ് ചെയ്തു. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു മിസ് പറ്റില്ല എനിക്ക് പറ്റില്ല. മിസ് പറഞ്ഞു പറ്റും ട്രൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സ്പീച്ച് കോമ്പറ്റീഷനിൽ എന്നെ നെയിം എടുത്തു. പിന്നെ ഡാൻസ് കോമ്പറ്റീഷൻ, പാട്ട് പാടാൻ കഴിവില്ലെങ്കിലും ഞാൻ ഡാൻസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, സ്പീച്ച് കോമ്പറ്റീഷൻ. അപ്പോൾ അന്ന് മലയാളം സ്പീച്ച് കോമ്പറ്റീഷൻ ആയിരുന്നു, പ്രസംഗ മത്സരം. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്തായിരുന്നു, നാളെ നീളെ എന്ന് കേട്ടിട്ടില്ലേ. ഇത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുക, പക്ഷെ നമ്മളത് നാളെ ആവട്ടെ അല്ലെങ്കിൽ മറ്റന്നാവട്ടെ പിറ്റന്നാവട്ടെ എന്നൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളതിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ പോവുകയുള്ളൂ, നമ്മളത് ഒരിക്കലും ചെയ്യത്തില്ല. അപ്പോൾ എനിക്കത് എപ്പോഴും ഞാൻ ആലോചിക്കും, ഈ സംഭവം എന്നാൽ ഞാൻ മറക്കാത്ത, ലൈക്ക് ഇത് 3ാം ക്ലാസ്സിൽ പറഞ്ഞ ലൈക്ക് പഠിച്ചൊരു പ്രസംഗത്തിലുള്ള ഒരു സെൻറ്റൻസ്. ഇതെന്താ മറക്കാത്തതെന്ന് ആലോചിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ ലൈക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാവാം, അതുകൊണ്ടായിരിക്കാം നമ്മൾ മറക്കാത്തതെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇന്നാണ് അതിൻ്റെ സമയം, ഞാനിത് നാളേക്ക് എടുത്ത് വെക്കരുത്, ഇന്ന് തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഈ റീസൺസും എല്ലാം പോസിറ്റീവായിട്ട് എടുത്ത് വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഫസ്റ്റ് ഡാൻസ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഡുണ്ടുനും പിന്നെ എൻ്റെ സ്വന്തം മിസ് ലീന ടീച്ചറോടുമാണ്. ഇനി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതുവരെ ടാറ്റ ബൈ ബൈ.